ഐ വിൽ ഇൻസ്ട്രക്റ്റ് യു, ഞാൻ നിന്നെ ഉപദേശിക്കും. ദൈവത്തിൻ്റെ ദൂതാണ്, ഞാൻ നിന്നെ ഉപദേശിക്കും. കർത്താവ് ഉപദേശിക്കാൻ തുടങ്ങി ആ പഠിപ്പിച്ചെടുക്കുകയും ചെയ്യും. പലപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷൻ, യേശുക്രിസ്തു കടന്നു വന്നിട്ട് നമ്മളെല്ലാവരും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. സർമൺ ഓൺ ദ മൗണ്ട് പോലെ കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ്. എന്തൊരു ഭാഗ്യ പദവിയല്ലേ, യേശു തന്നെ കടന്നു വന്ന് നമ്മളെ ദ ടീച്ചർ ഈസ് ഗുഡ്, അവന് പഠിപ്പിക്കാൻ അറിയാമെന്ന്. പക്ഷെ നമ്മൾ വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. അപ്പം പഠിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മക്കളിലുണ്ടാണ്, നമ്മളിലുണ്ടാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അധികം താമസിയാതെ അതിനുള്ള വിവരങ്ങൾ ദൈവം നമുക്ക് കൊണ്ടുതരും. പിന്നെ കാട് കയറി പലതിൽ പോകുന്നതിൽ ഒരു വലിയ അർത്ഥമില്ല. കോൺസെൻട്രേറ്റ്, എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ വയൽ ശുദ്ധമാക്കണം. അത് ദൈവം എപ്പോഴും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. കർത്താവ് വയലിലോട്ട് കയറിയാൽ ആദ്യം ചെയ്യുന്നത് വേലി അങ്ങോട്ട് ഉറപ്പിക്കും. അത് നമ്മൾ ഈ കണ്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം. അവർ അതിൻ്റെ ആ വരമ്പങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞിട്ട് അത് പൂട്ടി അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വളമിട്ട് സമയമെടുക്കും, വെള്ളം ഒഴിച്ചിട്ടേക്കും ആ നിലം ശരിയാക്കാൻ. എന്തൊരു മനോഹരമായ ഒരു പ്രവൃത്തിയാണ് പ്രകൃതി ചെയ്യുന്നത്. ഈ നമ്മുടെ നെഞ്ചിനകത്ത് ഒരു കാലം പോലും കയറിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ വർഷത്തിൻ്റെ പഴക്കം എല്ലാം കൂടെ 2026 കേട്ടിട്ട് ഒരു ഗുണമില്ല. എടുത്ത് ദൂരെ കളഞ്ഞ് വെച്ച് പുതിയ വയലാക്ക്, എന്നിട്ട് മണ്ണ് ശുദ്ധമാക്ക്, വെള്ളം ഒഴിക്കേ, പഴയ വെള്ളം ഒഴിഞ്ഞു പോട്ടെ. വെള്ളത്തിനൊക്കെ കറുത്ത നിറമാണ്, കറുത്ത നിറമുള്ള വെള്ളം അഴിഞ്ഞു പോട്ട്, വെട്ടം വന്ന് വീഴട്ടെ, കർത്താവിൻ്റെ ഓക്സിജൻ അതിനകത്തോട്ട് കർത്താവ് കാല് വെക്കട്ടെ, മക്കളിലെ മരുമക്കളിലെ ഈ അഴുക്ക് ചീഞ്ഞ വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് പുതിയ വെള്ളം ആക്കി തരട്ടെ. പ്രാർത്ഥനയും ആത്മാവും കൂടെ കടന്നു ചെല്ലട്ടെ. ദൈവത്തിൻ്റെ പ്രവർത്തന സമയമായെന്ന്. കർത്താവ് പ്രവർത്തിക്കുകയാണ്. ദൈവം ഒരു പ്രവൃത്തി കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞത്, ഞാൻ പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. നമുക്കറിയാതെ അങ്ങനെ കാട്ടിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇരുട്ട് കഴിയുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടെന്നേ, ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഒരു ഞായറാഴ്ച ഉണ്ടെന്ന്, അതായത് ഒരു ക്രൂശ് മരണം കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ട്. അത് നിശ്ചയമല്ലേ. എന്താ വിൻ്റർ ഡസൻ ഫോളോ വിത്ത് എ വിൻ്റർ. അത് ശീതകാലം കഴിഞ്ഞൊരു ശീതകാലം അല്ല വരുന്നത്. പ്രകൃതി ശീതകാലം കഴിയുമ്പം പിന്നെ സ്പ്രിങ് ടൈമാണ്. അതായത് മനോഹരമായ പൂക്കളാണ് പിന്നെ കയറുന്നത്. നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. ഞങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ ആദ്യം പോയപ്പം കെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. കെൻറ്റ് ഈസ് നോൺ ആസ് ദി ഫ്ലവർ ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നാൽ ഈ ഡാഫഡിൽസ്, ഈ മഞ്ഞപ്പൂവുകൾ അതങ്ങനെ മയിലുകളോടങ്ങനെ നിൽക്കുന്നതാണ്. എന്നാ ഭംഗി. നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ ഈ ട്യൂലിപ്സ് കൊണ്ട് നടത്തുന്നതാണ്. അതിങ്ങനെ മനോഹരമായിട്ട് എത്ര പല കളറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ജൂലൈ ഞാൻ പോയപ്പോൾ കണ്ടതാണ്. പക്ഷേ എനിക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആദ്യം പോയത് കെൻറ്റിലോട്ടാണ്, ഇംഗ്ലണ്ടിൽ. എൻ്റെ ദൈവമേ, കണ്ണെത്തുന്നിട സ്ഥലത്തെല്ലാം ഈ മഞ്ഞ ഡാഫഡിൽസ് പൂത്ത് നിൽക്കുകയാണ്. എന്നോ ഭംഗിയാണ്. അത് കാണുമ്പോൾ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഐ ജസ്റ്റ് എൻജോയ് ദ നേച്ചർ. അത് ദൈവത്തിനറിയാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ടല്ലേ അവിടെ കൊണ്ടുവിട്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മാറി പല സ്ഥലങ്ങളിലേക്ക് പിന്നെ ലണ്ടൻ്റെ സെൻട്രൽ ലണ്ടനിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളോട് പറയുന്നത്, ഐ വിൽ ഇൻസ്ട്രക്റ്റ് യു ആൻഡ് ടീച്ച് യു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് ഞാൻ കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8. ഒന്നും കൂടെ വായിക്കാം, വളരെ നല്ല പ്രധാനപ്പെട്ട. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ച് തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വല്ലവരോടും അല്ലേ? അവനവനോട്. പ്ലീസ് റിസീവ് ഇറ്റ്. ഇതൊന്ന് സ്വീകരിച്ചെടുക്ക്. പലരും ഈ ചെറിയ ചെറിയ പ്രാർത്ഥന ഉണ്ട്. നമുക്ക് സ്മോൾ ഗ്രൂപ്പ് പ്രെയർ ഉണ്ട്. ഈ സ്മോൾ ഗ്രൂപ്പ് പ്രാർത്ഥനയുടെ ഉദ്ദേശം 4-5 പേര് വെച്ച് അവരവരുടെ പ്രയാസങ്ങളെല്ലാം ആ വിഷയത്തിൽ അവരോട് അങ്ങോട്ട് ഓപ്പണായിട്ട് പറയാവുന്നവരായിരിക്കും. അത് പറഞ്ഞ് അവിടെ വെച്ച് തീർക്കും, എന്നിട്ടൊരു ഉത്തരം കൊടുക്കും. അതെല്ലാം കഴിഞ്ഞാലും പലപ്പോഴും അവർ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈ സ്മോൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയതല്ലേ, പിന്നെന്തിന്? കാരണം അവർക്ക് വിശ്വാസം വന്നിട്ടില്ല. എപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം കുറവാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടു എന്നുള്ള ഒരു ലെവലിലോട്ട് നമ്മൾ വരുന്നതാണ് ദൈവത്തിന് സന്തോഷം.
അത് വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ളൊരു ബന്ധം, അത് എങ്ങനെയെങ്കിലും നമ്മൾ പ്രാപിച്ചെടുക്കണം. എങ്ങനെ ഏത് വില കൊടുത്തു അത് പ്രാപിച്ചെടുക്കണം. ആരെന്ത് തടസ്സം പറഞ്ഞാലും ഞാനും എൻ്റെ ദൈവമായിട്ട് ഒന്നാകുന്നതിന് ഏത് അതാണ് പറയുന്നതല്ലേ, ഒരു നല്ല ഒരു കച്ചവടക്കാരൻ, കൃഷിക്കാരൻ വയലിൽ നല്ലൊരു വിലപിടിപ്പുള്ള മുത്ത് കണ്ടു. അയാളത് അവിടെ പൊതിഞ്ഞ് വെച്ചേച്ച് പോയിട്ട് അയാൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് കാശുണ്ടാക്കിയിട്ട് ആ വയലെ മുത്തും കൂടെ വാങ്ങിച്ചെടുത്ത്. അതുപോലെയുള്ള തീഷ്ണതയാണ് ദൈവവചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. തീഷ്ണതയില്ലാത്തൊരു ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ലേ. വെറുതെ ദൈവത്തിന് മുമ്പിൽ പോയി നിന്നിട്ട് കാര്യമില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അപ്പം ക്ലാരിറ്റി ഇൻ ഡിസിഷൻ, ഇമോഷൻ, റിലേഷൻഷിപ്പ്. Your gates are be open, let favor follow you relentlessly. അതായത് നമുക്കൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാനിതിൽ ഉറച്ചു നിൽക്കുകയാണ്, അപ്പോഴത്തേക്ക് വാതിൽ തുറന്നു. അപ്പം ദൈവം അതിനുള്ള ആളുകളെ കൊണ്ടുവരും. അത് കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആനുകൂല്യം കടന്നു വരുന്നു. എന്നിട്ട് ദൈവം ഇങ്ങനെ നിരന്തരം നമ്മുടെ കൂടെ നിന്ന് അത് ചെയ്തെടുപ്പിക്കുകയാണ്. റെഡിയാണ്. അതിനകത്തൊന്നും അലസതയില്ല. അല്പം റെസ്റ്റ് ചെയ്യുന്നതിനല്ല ഈ പറയുന്നത്, അലസതയുടെ മനോഭാവം ഉണ്ടാകരുത്. നമുക്ക് ക്ഷീണമുണ്ട്, അല്പം നേരം ഉറങ്ങണം, കിടന്നുറങ്ങുക. അത് കഴിയുമ്പോൾ എണ്ണീക്കുമ്പം കർത്താവുമായിട്ടുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കുക. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 92:13, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ദൈവത്തിൻ്റെ ആലയത്തിൽ നടുക്ക് നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രധാന കണ്ണിയായിട്ട് നിൽക്കണമെങ്കിൽ ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ പ്രാകാരങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചു നിൽക്കുന്ന വൃക്ഷമായിട്ട്, ജീവവൃക്ഷമായിട്ട് നമ്മൾ മാറണം. ഒരു കൂട്ടത്തിൽ ഒരു ജീവവൃക്ഷമുണ്ടെങ്കിൽ എത്ര പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അത് ലഭിക്കും. അത് ലഭിച്ചു എന്നും പറയുന്നു, ലഭിക്കും എന്ന് പറയുന്നു. നമ്മൾ ഏത് കാര്യത്തിൽ ഞാൻ കൈ തൊട്ടോ അവിടെ അനുഗ്രഹം വരും. ഏത് പ്രോജക്റ്റ് ഞാൻ എടുത്തോ അത് സക്സസ് ആകും. അത് ഈ 2026 എന്നെ ഓണർ ചെയ്യുന്ന വർഷമാണ്. എന്നെ മാനിപ്പിക്കുന്ന ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അവനവൻ പറ, മക്കൾക്ക് വേണ്ടി പറ. അതുകൊണ്ട് യെശയ്യാ 62:10 പറയുന്നത്, കടന്നു പോവാ വാതിലുകളിൽ കൂടെ കടപ്പീൻ. മറ്റു വഴി കൂടെ കയറാതെ വാതിലുകൾ നേരെ ചൊവ്വയുള്ള വഴി തന്നെ കടന്നു പോവാ. എന്തോ ഒരു അതായത് കുറുക്കു വഴികൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് വളരെ എളുപ്പമാണ്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. വേണ്ടാത്ത വഴിക്ക് ആരും ഉപദേശിക്കണ്ടല്ലോ. അതെന്ത് പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നില്ലേ. പക്ഷെ നല്ല വഴിക്ക് വേണ്ടാന്ന് പലതും ത്യജിച്ച് കഴിയുമ്പോൾ നല്ല വഴി തുറന്നു വരും. പക്ഷെ അത് ആദ്യം തുറന്നു വരത്തില്ല. അതുകൊണ്ട് വന്ന് കടപ്പീൻ, വാതിലോട് കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, ഇതാ നിൻ്റെ രക്ഷ വരുന്നു. അപ്പോൾ ഐ ഡിക്ലെയർ ആൻഡ് ഡിക്രീ ദാറ്റ് യുവർ സ്പിരിച്വൽ ഹെൽപ്പർ കം ടു യു. മേ നോട്ട് ഓൾവേസ് ടു പ്രേ, നോട്ട് ടു ഫെയിൻറ്റ്, ഗ്രേസ് ടു പ്രേ, ഗ്രേസ് ഫോർ ഫേവർ, എവറി ഓൾട്ടർ എഗൻസ്റ്റ് ഇറ്റ് ഡിസ്ട്രോയ്ഡ്. അതായത് ദൈവമക്കൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18 3 ഉദാഹരണങ്ങൾ യേശുക്രിസ്തു പറയുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് ഫിലിപ്പിയൻസ് 4:7 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം, ദ പ്രിൻസ് ഓഫ് പീസ് വിൽ ബി വിത്ത് യു. എൻ്റെ കൂടെ സമാധാനത്തിൻ്റെ ദൈവം. അത് പ്രാർത്ഥിച്ച് ലെവലെത്തുമ്പോൾ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കൊരു സമാധാനം അവനിട്ട് തരും. ദാറ്റ് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഔട്ട്സൈഡ് ഫോഴ്സ്. പുറമേ കാണുമ്പോൾ എല്ലാം കലക്കത്തിലാണ്. പക്ഷെ ഉള്ളിൽ ഒരാത്മാവ് പറയും, പേടിക്കണ്ട, ഞാനല്ലേ, അമരത്ത് ഞാൻ ഇരിപ്പുണ്ട്. ആ ശബ്ദം കേട്ട് കഴിയുമ്പോണ്ടല്ലോ നമുക്കൊരു വ്യത്യാസമാണ്. അമരത്ത് ഞാനുണ്ട്. ഇത് മൊമെൻ്ററിലി നമ്മുടെ ചിന്തകളിൽ ഈ ചിന്ത രണ്ടും വരും. ഒന്ന് ദൈവം ഉണ്ടോ, രണ്ട് ദൈവം ഇല്ലയെന്ന് പറയുന്ന ദുഷ്ടനെ അടിച്ചു മാറ്റണം. അവൻ 700 കിലോമീറ്റർ, ചിലവർ 7000 കിലോമീറ്റർ അടുക്കലും വരരുത്. പറയാനുള്ള ധൈര്യം ഉണ്ടാകണമെന്നേ. നമ്മൾ അമേരിക്കയിൽ ചെന്നപ്പം വി വെയർ ഇൻ ഫ്ലോറിഡയിൽ നിന്ന് ഇൻഡ്യനാpolisലേക്ക് പോകുന്നിടത്ത് നമ്മൾ രാവിലെ വെളുപ്പിന് പോയിട്ട് അവിടെ ചെന്നപ്പം പ്ലെയിന് കാറ്റും മഴയും കൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയാൽ അവിടെ പ്ലെയിൻ കണക്ഷൻ പിന്നെ വരുന്നത് 10 മണിക്കെങ്ങാണ്ട്. 10 മണിക്കുള്ളവരുടെ ഓൾറെഡി ബുക്ക്ഡ് ആണെന്ന് ഓർക്കണം. എങ്ങനെ പോകും? അവർ വിളിച്ച് പറയുകയാണ്, ഒറ്റ സീറ്റ് പോലും ഇല്ല. നമ്മൾ ഈ ആദ്യത്തെ പ്ലെയിൻ മിസ് ചെയ്തവർ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത്, എന്ത് കർത്താവേ, അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ കൊണ്ട് നിർത്താൻ, ഇതിനാണോ ഇങ്ങോട്ട് വിട്ടത്? അങ്ങനെ തന്നെ ചോദിച്ചു. എല്ലാവരും മാറിയെങ്കിലും ഞങ്ങളവിടെ തന്നെ. ലാസ്റ്റിൽ ഒരു സീറ്റില്ലെന്ന് പറഞ്ഞെടുത്ത് 2 സീറ്റ് എനിക്ക് ഹസ്ബൻഡെന്ന് ഞങ്ങൾ ആ പ്ലെയിനിൽ കയറി പോവുകയും ചെയ്തു. 2 പേരെ ദൈവം മാറ്റി ഞങ്ങൾക്ക് വേണ്ടി. മാറ്റും.
മാറ്റേണ്ടിയവനെ മാറ്റിത്തരുന്ന ദൈവമുണ്ട്. ആരെയാ മാറ്റേണ്ടിയെന്ന് വെച്ചാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശത്രുവിനെ അഴിച്ചു മാറ്റി നമുക്ക് അനുഗ്രഹം തരുന്ന ദൈവം ഇതാ കടന്നു വന്നിരിക്കുന്നു. വാങ്ങിച്ചെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിൽ വന്നിരിക്കുമ്പോൾ ഒരു ശക്തിയുണ്ട്. അതൊരു പവറാണ് കർത്താവേ. ആത്മാവിൻ്റെ ശക്തി അനേക മക്കളിലേക്ക് പകർന്നു ചെല്ലണം. നീ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ഞങ്ങളെ നയിക്കുന്നത്. അത് മറ്റുള്ളവരെക്കാട്ടി വലുതാണെന്ന് കാണിക്കാൻ ഇതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു സത്യമാണ്. അതിലേറ്റവും ആഗ്രഹിക്കുന്ന അഭിഷം തന്നെയാണ് എൻ്റെ മക്കൾ എൻ്റെ അടുക്ക വരണം, ഇറങ്ങും പോകരുത്, എൻ്റെ അടുക്ക വരണം, എൻ്റെ അടുക്ക വരണം. അങ്ങനെ ഈ കൈ അങ്ങനെ വിരിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഓടിവാ ഓടിവാ, എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്, കടന്നുവാ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്നത്. പഴയ നിയമം വായിച്ചാൽ അനുഗ്രഹം 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 മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സഹിക്കാൻ വയ്യാതാകുമ്പോഴാണ് ദൈവം അല്പം കോപിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ നടുക്ക് തീ പോലെ, അഗ്നി പോലെ, അഗ്നിജ്വാല പോലെ ആകാശത്തിൻ്റെ തിരശീല കീറി ഇറങ്ങി വരണമേ. വെള്ളം തീ കത്തുന്നത് പോലെയുള്ള ശക്തിയായ തീജ്വാല ഭൂമിയിലോട്ട് ഇറങ്ങിയാലേ നടക്കത്തുള്ളൂ. കർത്താവേ, നീ അത് ചെയ്തെടുക്കണം. തലമുറകളുടെ മേൽ നിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കണം. അറിവില്ലാതെ ചെയ്യുന്ന ബലഹീനതയ്ക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെള്ളം ശുദ്ധമല്ല കർത്താവേ. അതിൻ്റെ ആ വെള്ളം അഴുക്ക് വെള്ളമെല്ലാം എടുത്തു കളഞ്ഞ് പുതിയ വെള്ളം ഒഴിക്കെ ഇപ്പോൾ ഒഴുകുന്നു. വെള്ളം ശുദ്ധമാകട്ടെ, ശുദ്ധമാകട്ടെ. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ ദൃഷ്ടി നിന്നിലോട്ടാകട്ടെ. പക്ഷേ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകയില്ലല്ലോ. എളിയവർ നിലവിളിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവേ, ബാലസിംഹങ്ങളും ഭക്ഷണം കിട്ടാതെ ഇര കിട്ടാതെ നടക്കുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പുള്ളതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.